ദുബായിലെ ബ്ലൂ ലൈൻ മെട്രോ നിർമ്മാണം ഈ വർഷം ആരംഭിക്കും. ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ബ്ലൂ ലൈൻ മെട്രോയ്ക്ക് ദുബായ് ഭരണാധികാരി നേരത്തെ അനുമതി നൽകിയിരുന്നു. ദുബായ് എമിറേറ്റിൽ മെട്രോ ബ്ലൂ ലൈൻ പദ്ധതി ഈ വർഷം ആരംഭിക്കുമെന്ന് RTA ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മാത്താർ അൽതായർ അറിയിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേരത്തെ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു. നിലവിലുള്ള റെഡ് ഗ്രീൻ ലൈനുകളുമായി ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന പാത 30 കിലോമീറ്റർ നീളമുള്ളതാണ്. 15.5 കിലോമീറ്റർ പാത ഭൂമിക്കടിയിലും 14.5 കിലോമീറ്റർ പാത മുകളിലൂടെയുമാണ് കടന്നുപോവുക. 2029 പ്രവർത്തന സജ്ജമാകുന്ന മെട്രോ ലൈൻ പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗത മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. പാതയുടെ നിർമ്മാണത്തിന് 1800 കോടി ദിർഹം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂമിക്കടിയിൽ 70 മീറ്റർ ആഴത്തിലായിരിക്കും പാത നിർമ്മിക്കുക. 2028 പരീക്ഷണയോട്ടവും 2029 ഔദ്യോഗികമായി ഓപ്പറേഷൻ തുടങ്ങാനുമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ മൊത്തം മെട്രോ ശൃംഖല 78 സ്റ്റേഷനുകളും 168 ട്രെയിനുകളുമുള്ള 131 കിലോമീറ്റർ റെയിൽവേ ലൈനാകും. നഗരത്തിലെ ജനസംഖ്യാ വർധനയ്ക്ക് അനുസൃതമായി ആസൂത്രണം ചെയ്ത ബ്ലൂ ലൈൻ പദ്ധതി 10 ലക്ഷം താമസക്കാർക്ക് യാത്രാ സൗകര്യം എളുപ്പമാക്കും. അതേസമയം എമിറേറ്റിൽ കഴിഞ്ഞ വർഷം പൊതുഗതാഗതം ഉപയോഗിച്ച് യാത്രക്കാരുടെ എണ്ണം 70 കോടി കവിഞ്ഞെന്നും ഇവരിൽ 62% ഉപയോഗിച്ചത് ദുബായ് മെട്രോയും പൊതുബസ്സുകളുമാണെന്നും RTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദുബായ് മെട്രോ, ട്രാം, ബസ് സർവീസ്, അബ്ര, ഫെറി, വാട്ടർ ടാക്സി, വാട്ടർ ബസ്, ടാക്സി, ബസ് ഓൺ ഡിമാൻഡ്, റെന്റൽ കാർ എന്നിവയടക്കം ഉപയോഗിച്ചവരുടെ ആകെ എണ്ണമാണ് 70 കോടി പിന്നിട്ടത്. 2022 ആകെ യാത്രക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ 13% വർധനവാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനം, ദുബായ്.